ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്ത് നിന്നും ഏകദേശം 1.5 മണിക്കൂറിൽ എത്താൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കിലേക്കാണ്. ടൗണിന്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും ഞങ്ങളെപ്പോലെ ഒരു ബ്രേക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ ഇങ്ങ് പോരെ. അപ്പോൾ സ്ഥലം വരുന്നത് നെടുങ്ങാടുള്ള വീരൻപുഴ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് ലേക്ക്. കൂടുതൽ കാഴ്ചകൾക്കും വിവരങ്ങൾക്കുമായി സ്റ്റേ ട്യൂൺഡ്. എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷൻ റോഡിൽ നിന്നും ഗോശ്രീ പാലം കയറി നേരെ വൈപ്പിൻ ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഗൂഗിൾ മാപ്സ് നോക്കി വരുന്നവരാണെങ്കിൽ നെടുങ്ങാട് എന്നിടരുത്, കാരണം അതൊരു ജംഗ്ഷൻ വരെ നമ്മളെ എത്തിക്കുകയുള്ളൂ. അപ്പോൾ വീരമ്പുഴ ബോട്ട് ജെട്ടി എന്ന് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക. ഒറ്റ നോട്ടത്തിൽ കടമക്കുടി പോലെ തന്നെ തോന്നുന്നുവെങ്കിലും ഈ പാടങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന വഴിയിലൂടെ പോകുന്ന ഒരു ഫീലുണ്ടല്ലോ, അത് നേരിട്ട് തന്നെ വന്ന് ആസ്വദിക്കണം. ഈ വഴിയുടെ എൻഡിലാണ് നമ്മുടെ വ്യൂ പോയിന്റ്. വളരെ വിശാലമായി ഒഴുകുന്ന വീരമ്പുഴ നമുക്ക് കാണാം. ആ കാണുന്നതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഈ വീരമ്പുഴ ശരിക്കും ദേശീയ ജലപാതയുടെ ഭാഗമാണ്. ഇവിടുത്തെ ആൾക്കാരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് മീൻ കൃഷിയിൽ നിന്നാണ്. പുഴയിൽ നിന്നും ബണ്ട് വഴി പാടത്തേക്ക് വെള്ളം കയറ്റും. എന്നിട്ട് അതിൽ മെയിനായിട്ട് ഞണ്ട്, ചെമ്മീൻ, കരിമീൻ തുടങ്ങിയ മത്സ്യങ്ങളുടെ കൃഷിയാണ് ചെയ്യുന്നത്. സൺസെറ്റ് കാണാനായി ഒരു സ്പോട്ട് തപ്പി നമ്മൾ അവിടുന്ന് വരുമ്പത്തൂടെ വെറുതെ ഫ്രണ്ടിലോട്ട് നടന്നു. ഏത് സൈഡിലോട്ട് നോക്കിയാലും വെള്ളം മാത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം ചെറുതായി ഒഴുകുന്ന സൗണ്ടും ചെറിയ പ്രാണികളുടെ സൗണ്ടും അല്ലാതെ വേറെ ഒന്നും തന്നെ കേൾക്കാനില്ല. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി കാം ആൻഡ് ക്വയറ്റാണ് ഇവിടെ. അങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴാണ് ഒരു ഭയ്യ ഇരുന്ന് ചെമ്മീൻ പിടിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് കുറച്ചു നേരം ഞങ്ങൾ നോക്കി നിന്നു. ബിസി ലൈഫിൽ നിന്നും ഒരു ബ്രേക്ക് എടുക്കാൻ ഇങ്ങനത്തെ സ്ഥലത്തേക്കൊക്കെ ഒരു യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണോ എന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. എന്നിട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി സൺസെറ്റ് കാണാനുള്ള ഒരു കിടിലൻ സ്പോട്ട് കണ്ടുപിടിച്ച് കയ്യിലുള്ള ഫോണും ക്യാമറയും എല്ലാം മാറ്റിവെച്ച് നേരെ ഇരുട്ടുന്നത് വരെ അവിടെ അങ്ങനെ അങ്ങ് ഇരുന്നു. ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ പോയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കണേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതേപോലത്തെ കിടിലൻ സ്പോർട്സ് വൈബ് ഇനിയും കാണാം. ബൈ ബൈ.